ഹായ് നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായി ഒരു കടലക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനൊരു 250 ഗ്രാം വെള്ളക്കടല ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്കൊരു കുക്കറിലേക്കിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിനായിട്ട് കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടല ഇട്ടെടുക്കാം. നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള കടലയാണ്. ഇതിലേക്ക് കടല മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. കുറച്ച് കൂടുതൽ വെള്ളം നമുക്ക് ചേർത്ത് കൊടുത്ത് ഇതൊരു 4 വിസിൽ വരുന്നത് വരെ, മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വരുന്നത് വരെ വേവിക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് അടുപ്പ് ഓഫാക്കിയതിന് ശേഷം അതിൻ്റെ സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞ് കുക്കർ തുറന്ന് നോക്കുമ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാകും കടല. നന്നായി വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല, കടല മാത്രമാണ് വേവിക്കുന്നത്. ഇതിലിപ്പോൾ ഉള്ളിയും പച്ചമുളകും മസാലകളും എല്ലാം ചേർത്ത് വേണമെങ്കിൽ വേവിക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് വേവിക്കുന്നത്. കടല വേകാനായി വെച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ചൂടായി വന്നപ്പോഴേക്കും ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഫെന്നൽ സീഡ്സ്, പെരും ജീരകം ഇട്ട് കൊടുത്തു. ജീരകം നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ടെടുക്കാം. കറിവേപ്പിലയും ഈ പെരും ജീരകം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായി കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത്, ഒരു 2 ടേബിൾ സ്പൂൺ വരും തേങ്ങാക്കൊത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങാക്കൊത്തും പെരും ജീരകവും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ കിടന്ന് മൂക്കുന്ന നല്ലൊരു മണം വരും. അപ്പോൾ അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക്, ഒരു 3-4 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളത് എരിവിനാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഇതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളികൾ, ഞാനിതിപ്പോൾ ഒരു ചെറിയ സവാളയും ഒരു 7-8 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയുള്ളി മാത്രമായിട്ട് വേണമെങ്കിലും സവാള മാത്രമായിട്ട് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ രണ്ടും കൂടിയാണ് എടുത്തിട്ടുള്ളത്. സവാളയും ചെറിയുള്ളിയും കൂടി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നത് വരെ, സവാളയും ചെറുള്ളിയും നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. സവാളയും ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മറ്റുള്ള പൊടികൾ നമുക്ക് ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, വലിയ സ്പൂണിന് 1.5 സ്പൂണാണ് ഞാൻ 250 ഗ്രാം കടലയുടെ കണക്കാണ് പറയുന്നത് ചേർത്തിട്ടുള്ളത്. കടല കുറച്ചാണ് എടുക്കുന്നതെങ്കിൽ പൊടികൾ കുറച്ച് ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, ടോട്ടൽ 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാ പൊടികളും മസാലകളെല്ലാം നന്നായിട്ട് നമുക്ക് മസാലകളെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് വേവിച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം.
നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കടലയാണ്. കടല ഒന്ന് എടുത്ത് കൈ കൊണ്ടൊന്ന് ഉടച്ച് നോക്കുമ്പോൾ അറിയാം വെന്തിട്ടുണ്ടെന്നുള്ളത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് നന്നായി പഴുത്ത ഒരു തക്കാളിയുടെ പകുതി, തക്കാളി ചേർക്കുമ്പോൾ ഒരു തക്കാളിയുടെ പകുതി ചേർത്താൽ മതിയാകും. കൂടുതൽ തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ തക്കാളിക്കറിയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കും കടലക്കറിക്ക് ഉണ്ടാകുക. ഒരു തേങ്ങയുടെ പകുതി എടുത്തു, അതിൻ്റെ തേങ്ങാപ്പാൽ, ഒരു മുറി തേങ്ങയുടെ പാൽ. ഇത്രയും കടല എടുത്തതുകൊണ്ടാണ് ഒരു മുറി തേങ്ങയുടെ പാൽ ചേർത്തത്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തിളച്ച് കുറുകി വറ്റി വരണം. അപ്പോഴാണ് നമുക്ക് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഈ കറിക്ക് വേറൊരു ടേസ്റ്റാണ് ഉണ്ടാകുക. ഇതേ ടേസ്റ്റ് ഉണ്ടാകില്ല. ഞാനിത് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതാണ്. കറി നന്നായിട്ട് തിളച്ച് കുറുകി വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ കറി ചെറിയ തീയിൽ ലോ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക. പെട്ടെന്ന് തന്നെ തിളച്ച് കറിയങ്ങാക്കി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാകില്ല. അപ്പോൾ നന്നായിട്ട് വറ്റി ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരണം. അപ്പോഴേ കറി നല്ല പാകമായിട്ടുണ്ടാവുള്ളൂ. കടലയിലേക്ക് ഉപ്പും എരിവും ഒക്കെ പിടിച്ചിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ വറ്റി കറി കുറച്ച് സമയം കിടന്ന് തിളച്ച് കുറിയെങ്കിൽ മാത്രമേ കറി നല്ല ഒരു പാകത്തിനൊരു ടേസ്റ്റ് ആകത്തുള്ളൂ. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ, ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ, കറി കടുക് താളിക്കാൻ വേണ്ടിയിട്ട് മാത്രം വെളിച്ചെണ്ണ മതിയാകും, ഒഴിച്ചു. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടെടുക്കാം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഒരു ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്, അതും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്, ഉള്ളിയും കൂടി വെളിച്ചെണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇതിലേക്ക് 2 ഉണക്കമുളക്, വറ്റൽമുളക് 2 എണ്ണം ഞാൻ നുറുക്കിയിട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ചേർത്തെടുക്കാം. കറി തണുത്ത് വരുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് കുറുകി വരും. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ കടല എടുത്ത് രാവിലത്തേക്കും വൈകിട്ടത്തേക്കുമായിട്ട് 2 നേരത്തേക്കായിട്ടാണ് കറി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഞാനത് അധികം വറ്റിച്ചിട്ടില്ല. കറി ഒന്ന് ജസ്റ്റ് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാനിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കും. അപ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. നമുക്കിതിലേക്ക് താളിച്ച് വെച്ചിട്ടുള്ളതും കൂടി ചേർത്ത് കൊടുക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇപ്പോൾ കറുത്ത കടലയായാലും കുഴപ്പമില്ല, വെളുത്തതായാലും കുഴപ്പമില്ല, രണ്ടും ഈ രീതിയിൽ വെക്കാൻ പറ്റും. ഞാൻ മിക്കപ്പോഴും കടലക്കറി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ദോശയ്ക്കും അപ്പത്തിനും പുട്ടിനും ചപ്പാത്തിക്കും ഒക്കെ നമുക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. കറി ഇപ്പം നല്ല പാകമായിട്ടുണ്ട്. ഇപ്പോൾ രാവിലത്തേക്ക് ഞാനിങ്ങനെ എടുക്കുന്നു. വൈകുന്നേരം ആകുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് വറ്റിച്ചെടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് വറ്റിച്ചെടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടായാൽ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.